ായി പറയുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി സഹാബത്ത് സൂക്ഷിച്ച ഘട്ടങ്ങൾ എന്താണ് എന്ന് കൃത്യമായി പഠിക്കേണ്ടതുണ്ട്. ഇപ്പൊ റസൂലുള്ളാഹിന്റെ മുടി ഏതുപോലെ നമുക്ക് വളരെ പ്രിയപ്പെട്ട നമ്മുടെ ബാപ്പ മരിക്കുമ്പോ ബാപ്പ സ്ഥിരമായിട്ട് ഉപയോഗിച്ച പേന ബാപ്പയുടെ ഓർമ്മക്കായി എടുത്തു വെക്കൂ. സ്നേഹമുള്ള മക്കള് അല്ലേ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ബാപ്പട്ട ജുബ്ബ, ഇനി ബാപ്പാന്റെ വല്ല മുടി എവിടെയും കൊഞ്ഞിടും. അതെന്തിനാ ആരാധിക്കാനാ? അതിന് പുണ്യം ഉണ്ടെന്ന് വിചാരിക്കാനാ? അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിക്കാനാ? അല്ല. സ്നേഹമുള്ളവരൊക്കെ ചെയ്യണം. ബാപ്പാന്റെ ഒരു പേന, ബാപ്പ ഉപയോഗിച്ച ഡയറി, അല്ലെങ്കിൽ ബാപ്പ ഉപയോഗിച്ച മറ്റെന്തെങ്കിലും ഒരു ചെറിയ പെൻസില്, ഈ വക കാര്യങ്ങളൊക്കെ സ്നേഹമുള്ളവര്. റസൂലുള്ളാഹിന്റെ മുടി സഹാബത്തിൽ ചിലർ അങ്ങനെ സൂക്ഷിച്ചു, സത്യമാണ്, അവർ സൂക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ ബറക്കത്തിനെ ഒരിക്കലും നിഷേധിക്കുന്നവരല്ല മുജാഹിദുകൾ, തബറുക്കിനെയും നിഷേധിക്കുന്നവരല്ല ചില ആളുകൾ. അങ്ങനെ മുജാഹിദുകളെ കൂട്ടത്തിൽ ചില ആൾക്കാരുണ്ട് കേട്ടോ. ഓർക്ക് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആധാറുകൾ ബർക്കത്തെടുത്തു എന്ന് പറഞ്ഞാൽ അവർ പറയും അത് ബർക്കത്തുള്ളതുകൊണ്ടല്ല, റസൂലുള്ളാഹിയുടെ മഹബ്ബത്ത് പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. സ്നേഹമുള്ളവരൊക്കെ ചെയ്യണം. റസൂലുള്ളാഹിയുടെ മഹബ്ബത്ത് പ്രകടിപ്പിക്കാൻ വേണ്ടി ശത്രുക്കളുടെ മുന്നിൽ സഹാബത്ത് ചില അടയാളങ്ങൾ കാണിച്ചിട്ടുണ്ട്. എന്നാൽ അത് മാത്രമല്ല, പ്രവാചകന്റെ ശരീരത്തിന് ചില പ്രത്യേകതകളുണ്ട്. അതിന് പുണ്യം ഉണ്ടെന്ന് വിചാരിക്കാനാ? അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിക്കാനാ? അല്ല. സ്നേഹമുള്ളവരൊക്കെ ചെയ്യണം.